ജിഷ വധക്കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച അന്വേഷണ സംഘം പ്രതി അമീറുൽ ഇസ്ലാമിനെ 3 മണിക്ക് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. വിശദ അന്വേഷണത്തിനായി പ്രതിയെ 15 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടും. കൂട്ടുപ്രതികൾ ആരെങ്കിലും ഇപ്പോൾ ഉണ്ടോ എന്ന് പറയാൻ ആവില്ല എന്ന് DGP വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ നിഗമനങ്ങളിലേക്ക് കടക്കൂ എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് വകുപ്പ് ഉള്ളത്. പെരുമ്പാവൂർ കോടതി പരിസരത്ത് നിരവധി ആളുകളാണ് ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത്. 3 മണിയോടുകൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കും. അതുകൊണ്ട് തന്നെ ആളുകളെ നീക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ജിഷ കൊലക്കേസിൽ 100% ശാസ്ത്രീയ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കും എന്ന് DGP വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങൾ വെളിപ്പെടുത്താനാകാത്തൊരു സാഹചര്യം ആണ് ഉള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പൂർണ്ണമായ തെളിവുകൾ ലഭ്യമായ ശേഷം മാത്രമേ പ്രതിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കൂ എന്നൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 3 മണിയോടുകൂടി തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. അലക്സ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, 3 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തെ മാറ്റുന്നു. ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? പോലീസിന്റെ ഭാഗത്തു നിന്നും ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അലക്സ്? സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പം മുമ്പ് ഈ കോടതി പരിസരത്ത് കൂടിയിരുന്ന ജനങ്ങളെ പോലീസ് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ കോടതി പരിസരമാകെ പ്രദേശവാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അവരെയാണ് പോലീസ് ഇവിടെ വന്ന് ഒഴിപ്പിച്ചത്. ജനങ്ങളുടെ ഭാഗത്തും ചെറിയ തോതിൽ ഉന്തും തള്ളും പോലീസിനോട് വാക്കേറ്റവും ഉണ്ടായി. ഈ പ്രതിയെ കാണണം, ഈ പ്രതിയെ ഞങ്ങൾക്ക് കാണണം, ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതി ആരാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയണം എന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ പൗരുഷമായ രീതിയിൽ തന്നെ നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു. എങ്കിൽ പോലും സുരക്ഷ മാനിച്ച പോലീസ് ഇവരെല്ലാം കോടതി പരിസരത്ത് നിന്ന് ഒഴിപ്പിച്ചിപ്പോൾ കോടതിക്ക് പുറത്ത്, കോടതി മതിലിന് പുറത്തേക്ക് ജനങ്ങളെ മാറ്റിയിരിക്കുകയാണ്. കോടതി മതിലിന് പുറത്ത് റോഡിലും മറ്റുമായി ജനങ്ങൾ തമ്പടിച്ചിട്ടുണ്ട്. പോലീസ് അവിടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. റോപ്പ് ഉപയോഗിച്ച്, അതായത് പോലീസ് സുരക്ഷയുടെ ഭാഗമായി റോപ്പ് ഉപയോഗിച്ച് ജനങ്ങളെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ സുരക്ഷാ സന്നാഹം കോടതി പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട്. അല്പം കഴിയുമ്പോൾ, അതായത് നേരത്തെ ഉമേഷ് ആലുവ പോലീസ് ക്ലബിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 3 മണിയോടുകൂടെ തന്നെ പ്രതിയെ അവിടെ നിന്ന് ഇറക്കി പെരുമ്പാവൂരിലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രതിയെ എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രതിയുടെ നിയമ വ്യവഹാരങ്ങൾ നടക്കേണ്ടത് ഇവിടെയല്ല, കുറുപ്പുംപടി മജിസ്ട്രേറ്റ് മുന്നാണ്, മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ചൊവ്വയും വ്യാഴവും കുറുപ്പുംപടി മജിസ്ട്രേറ്റ് അവധിയായിരുന്നതിനാലാണ് ഇന്നത്തെ അല്ലെങ്കിൽ പ്രതിയെ ഹാജരാക്കൽ പെരുമ്പാവൂരിലേക്ക് മാറ്റിയത്. ഇതിനോടനുബന്ധിച്ച് പ്രതിയെ ഇവിടെ കൊണ്ടുവരും. സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് പ്രധാനമായും കോടതിയോട് ആവശ്യപ്പെടുക പ്രതിയെ 15 ദിവസത്തെങ്കിലും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യമായിരിക്കും പോലീസ് പ്രധാനമായും കോടതിയോട് ആവശ്യപ്പെടുക. കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം മാത്രമേ, പോലീസ് നേരത്തെ പത്രക്കുറിപ്പിലടക്കം സൂചിപ്പിച്ചതുപോലെ പല തെളിവുകളും പോലീസ് ഉറപ്പിക്കേണ്ടതുണ്ട്. DNA അടക്കമുള്ള അല്ലെങ്കിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടതുണ്ട്. തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ട്. ഇത്തരം വലിയ തെളിവുകൾ ഈ കേസിൽ പോലീസിന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നിയമ നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് വലിയ ഇത്തരത്തിലുള്ള തെളിവുകൾ പോലീസ് ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവ് ശേഖരിക്കുന്നതിന് ശേഷം മാത്രം ബാക്കി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ്, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകാനേ പോലീസ് സാധിക്കുള്ളൂ. അതുകൊണ്ട് കൃത്യമായി പോലീസ് ഇതിനു വേണ്ടിയിട്ട് കോടതിയിൽ ആവശ്യം ഉന്നയിക്കും. 15 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ വിട്ടുകിട്ടണമെന്നായിരിക്കും പോലീസ് ആവശ്യപ്പെടുക എന്ന് നമുക്കറിയാൻ കഴിയുന്നു. സൗമ്യ, അലക്സ, ഒരുപക്ഷെ തെളിവ് എടുക്കൽ അടക്കം ഇനി വലിയ പ്രയാസമായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ കോടതി പരിസരത്ത് തന്നെ നിരവധി ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സാഹചര്യങ്ങൾ കോടതിയിൽ വ്യക്തമാക്കുന്ന രീതിയിലായിരിക്കുമോ ഇന്ന് പോലീസ് പ്രതിയെ ഹാജരാക്കുമ്പോൾ ചെയ്യുക, ഈ 15 ദിവസത്തെ കസ്റ്റഡിക്കൊപ്പം തന്നെ? വളരെ ശരിയാണ്. സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ ഇളകിയിട്ടുണ്ട്. പ്രധാനമായും കോടതിയിൽ പ്രതിയെ ഹാജരാക്കുന്നതിന് മുമ്പ് പ്രതിയുടെ വൈദ്യപരിശോധന നടത്തി അതിന്റെ സർട്ടിഫിക്കറ്റ് തെളിയിക്കേണ്ടതുണ്ട്. ഇതിനായി പ്രതിയെ ഇന്നലെ കൊണ്ടുവന്ന പ്രതിയെ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ആലുവ താലൂക്ക് ആശുപത്രി അല്ലെങ്കിൽ പെരുമ്പാവൂർ ആശുപത്രിയിലേക്ക് മാറ്റി വൈദ്യപരിശോധന നടത്താൻ പോലീസ് മുതിർന്നില്ല. അതിന്റെ പ്രധാന കാരണം സുരക്ഷാ പ്രശ്നം തന്നെയാണ്. ജനങ്ങൾ ആശുപത്രിയിലേക്കും പ്രതിയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് എത്തുമെന്ന് പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് പോലീസ് അത്തരത്തിലുള്ള നീക്കം ഉപേക്ഷിച്ചത്. പകരം മെഡിക്കൽ സംഘത്തെ തന്നെ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തിയാണ് വൈദ്യപരിശോധന പൂർത്തിയാക്കിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ നിന്ന് പ്രതിക്ക് നേരെ ഉണ്ടാകുമെന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായി അറിയാം.
മാത്രമല്ല തെളിവെടുപ്പ് അടക്കമുള്ള ജോലികൾ പോലീസിന് ബാക്കിയാണ്. വട്ടോളിപ്പടിയിലെ ഈ പെരിയാർ കനാൽബെഡ് തീരത്തെ ഒറ്റമുറി വീട്ടിലേക്ക് തെളിവെടുപ്പിനായി പ്രതിയെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള തെളിവ് ശേഖരിക്കലിനായി പ്രതിയെ ഈ സംഭവം നടന്ന അല്ലെങ്കിൽ കൃത്യം നടന്ന സ്ഥലത്തേക്ക് മറ്റും കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ സ്ഥലത്തെല്ലാം പോലീസിന് വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കേണ്ടി വരും. ജനങ്ങളുടെ വലിയ പ്രതിഷേധം ഈ പ്രദേശത്തു നിന്നെല്ലാം ഉണ്ടാവും. ഇത്തരത്തിലുള്ള കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി തന്നെയായിരിക്കും പോലീസ് ഇന്ന് കോടതിയെ സമീപിക്കുക. മാത്രമല്ല ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പില്ല. ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ നിയമ നടപടികൾക്ക് ശേഷം വീണ്ടും പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ കോടതി വിട്ട് നൽകുകയാണെങ്കിൽ പ്രതിയെ ഏതെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ തന്നെ അല്ലെങ്കിൽ ആലുവ പോലീസ് ക്ലബിലേക്ക് മറ്റോ പോലീസ് പ്രതിയെ മാറ്റും. അത് കഴിഞ്ഞായിരിക്കും നാളെയോ അതിനുശേഷമുള്ള ദിവസങ്ങളിലായിരിക്കും തെളിവെടുപ്പും മറ്റു പ്രവൃത്തികളും പൂർത്തിയാക്കുക. ആലക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇതിലേക്ക് തന്നെ തിരികെ എത്താം. 3 മണിയോടുകൂടി തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കോടതി പരിസരത്തുള്ള തിങ്ങിക്കൂടിയിരുന്ന ജനങ്ങളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. വലിയ സുരക്ഷയുടെ ഒക്കെ പശ്ചാത്തലത്തിലായിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുക. ഈ വാർത്തയിലേക്ക് തന്നെ വളരെ വേഗം നമുക്ക് തിരികെ എത്താം. ജിഷ വധക്കേസിലെ പ്രതിയെ 3 മണിയോടുകൂടി അമീർ ഉൽ ഇസ്ലാമിനെ 3 മണിയോടുകൂടി പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. വിശദാന്വേഷണത്തിനായി 15 ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. അലക്സ് ചേർന്നുണ്ട് ഒരിക്കൽ കൂടി. അലക്സ്, ഒരു ഭാഗത്ത് അത്തരം നടപടികൾ പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലീസ് വിശദീകരിച്ചിട്ടില്ല എന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് ഇനിയും കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട് എന്ന ചില സൂചനകൾ നൽകുന്നുണ്ട്. കാരണം പ്രതി പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പാടെ വിശ്വസിക്കാൻ തയ്യാറാവാത്ത ആ രീതിയിലൊരു പ്രതികരണമായിരുന്നു ADGP പോലും നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നിരീക്ഷണങ്ങളും തെളിവെടുപ്പുകൾ അടക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണോ? അലക്സ്, കേൾക്കാമെന്ന് കരുതുന്നു. അലക്സിലേക്ക് എത്താം. നമ്മൾ പെരുമ്പാവൂർ കോടതി പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വലിയ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം ആളുകളെല്ലാം തിങ്ങിക്കൂടിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഘാതകനെ കാണണം എന്നവർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു എന്നായിരുന്നു നേരത്തെ അവിടെ നിന്ന് അലക്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ആ വിധത്തിലായിരുന്നു. അതുപോലെ നിരവധി ആളുകളാണ് അവിടെ കൂടിയിരിക്കുന്നത്. അലക്സ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, അവിടെ നിന്നുള്ള ഒരു പ്രതീതി എങ്ങനെയാണ്? പൊതുവിൽ ജനങ്ങൾ ശാന്തരായിട്ടുണ്ടോ? നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കോടതി പരിസരത്ത് നിന്ന ജനങ്ങളെ പോലീസ് ഇവിടെ കോടതി പരിസരത്ത് ഒഴിപ്പിച്ച കോടതിക്ക് പുറത്ത് എത്തിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഇപ്പോൾ കോടതിക്ക് പുറത്ത് മതിലിന് പുറത്ത് തമ്പടിച്ചിരിക്കുകയാണ്. നമ്മുടെ ദൃശ്യങ്ങളിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ജനങ്ങൾ, നൂറുകണക്കിന് ജനങ്ങൾ, പെരുമ്പാവൂർ നിവാസികളടക്കം അല്ലാതെ തന്നെ മറ്റും ജില്ലകളിൽ നിന്ന് പോലും ഈ കോടതിയിലേക്ക് അല്ലെങ്കിൽ പ്രതിയെ കാണാനായി ഒരുപാട് ജനങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അവർ കോടതിക്ക് പുറത്ത് പോലീസ് ഇവരെ കോടതിക്ക് പുറത്താക്കി വടമുപയോഗിച്ച് നിയന്ത്രിച്ചിരിക്കുന്നു. കർശനമായ നിയന്ത്രണം ഇവിടെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. കോടതിയിൽ നിന്നും ഈ പറഞ്ഞ മതിലിലേക്ക് ഏതാണ്ട് 100 മീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിയെ ഈ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് കോടതിയിലേക്ക് എത്തിക്കുന്ന വഴിയിൽ ജനങ്ങൾ പ്രതിയെ കാണാനായി ഇതാരാണ് എന്ന് തിരിച്ചറിയുന്നതിനായാണ് ജനങ്ങൾ പ്രധാനമായും നിൽക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങൾ കോടതി പരിസരത്ത് നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഇതാരാണ് പെരുമ്പാവൂരിൽ വന്ന് ഇങ്ങനെ കാണിച്ചിട്ട് പോയത്, ഇത്രയേറെ വലിയ ക്രൂരകൃത്യം നാടിന് നടക്കുന്ന തരത്തിലേക്ക് വലിയ ക്രൂരകൃത്യം ചെയ്തത് ആരാണ്, അവനെ ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾക്ക് വിതരണം എന്നതൊക്കെ പോലീസിനോട് തന്നെ ഈ ജനങ്ങൾ വലിയ രീതിയിൽ പൗരുഷമായി സംസാരിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് പോലീസ് ഇവരെ കോടതി പരിസരത്ത് നിന്ന് തന്നെ പുറത്താക്കിയത്. സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങളും ഇതിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. പ്രതി പറഞ്ഞത് പൂർണ്ണമായി പോലീസ് വിശ്വസിച്ചിട്ടില്ല. പ്രതി വൈരാഗ്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൈരാഗ്യം പ്രതിക്കുണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലീസ് ഇത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. മാത്രമല്ല ഈ പ്രതി താമസിച്ചിരുന്ന ഇരിങ്ങോളിലെ വൈദ്യശാല പടിയിലെ ഫ്ളാറ്റിലെ അല്ലെങ്കിൽ ലോഡ്ജിലെ ഉടമ ഇതുവരെ ബന്ധപ്പെട്ട ഇന്നലെ വരെയും ഇതുമായി ബന്ധപ്പെട്ട മൊഴികളൊന്നും പോലീസിന് നൽകിയിരുന്നില്ല. ഇതും പോലീസിനെ സംശയത്തിലാക്കുന്നു. ഈ ഉടമയ്ക്കെതിരെ പോലീസ് ഒരുപക്ഷെ കേസെടുത്തേക്കാം. മാത്രമല്ല തൊഴിലുടമ നേരത്തെ അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുമ്പോൾ തൊഴിലുടമകളെ വിളിച്ച പോലീസ് യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പോലും ഇത്തരത്തിൽ പ്രതി ഇവിടെ നിന്ന് മിസ്സിംഗ് ആണ്, 28-ാം തീയതിക്ക് ശേഷം ഇങ്ങനെ ഒരാൾ ഈ പരിസരത്ത് നിന്ന് കാണാനില്ലാതായി എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ കൈമാറുന്നതിൽ ഇവർക്ക് വീഴ്ച പറ്റി. അതുകൊണ്ട് തന്നെ പോലീസ് ഒരുപക്ഷെ ഇവരെ പ്രതി ചേർത്തേക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ പോലീസ് ഇവരെ ചോദ്യം ചെയ്തേക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ പോലും ഏതാണ്ട് 3 മണിയോടുകൂടി ആലുവ പോലീസ് ക്ലബിൽ നിന്ന്
പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുവരും. പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്കായിരിക്കും കൊണ്ടുവരിക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേസ് നടക്കേണ്ടത് കുറുപ്പുംപടി പരിധിയിലുള്ള കുറുപ്പുംപടി ജയിൽ അല്ലെങ്കിൽ കുറുപ്പുംപടി കോടതിയിലാണ്. കുറുപ്പുംപടി കോടതി അവധിയായതിനാലാണ് പെരുമ്പാവൂർ കോടതിയിലേക്ക് പ്രതിയെ ഇന്ന് കൊണ്ടുവരുന്നത്. പ്രതിയെ ഇന്ന് കൊണ്ടുവന്നതിന് ശേഷം പോലീസ് ഏതാണ്ട് 15 ദിവസത്തേക്കെങ്കിലും പോലീസ് കസ്റ്റഡിക്ക് ആവശ്യപ്പെടും. അന്ന് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്യാനായിരിക്കും സാധ്യത എങ്കിൽ പോലും കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ പ്രതിയിൽ നിന്ന് തെളിവ് രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി സൂചിപ്പിച്ച പ്രതിയെ 15 ദിവസത്തേക്കെങ്കിലും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയായിരിക്കും പോലീസ് ഇന്ന് സമർപ്പിക്കുക. അലക്സ്, കൂടുതൽ പോലീസുകാർ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിധത്തിൽ ജനക്കൂട്ടത്തെ ഒരു പക്ഷേ ആ സമയത്ത് അവർ പ്രകോപിതരായാൽ അവരെ കൈകാര്യം ചെയ്യത്തക്ക രീതിയിലുള്ള പോലീസ് സേന ഇപ്പോൾ അവിടെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും നേരത്തെ ഇന്ന് രാവിലെ 9 മണിയോടുകൂടെ തന്നെ ഈ കോടതി പരിസരത്ത് ജനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു. ജനങ്ങൾ രാവിലെ വിചാരിച്ചത് രാവിലെ തന്നെ പ്രതിയെ ഈ കോടതിയിൽ ഹാജരാക്കുമെന്നായിരുന്നു. എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് 3 മണിയോടുകൂടെ മാത്രമേ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് ജനങ്ങൾക്ക് വിവരം ലഭിച്ചു. തുടർന്ന് പിരിഞ്ഞുപോയ ജനം ഏതാണ്ട് 1 മണിയോടുകൂടെ തന്നെ വീണ്ടും കോടതി പരിസരത്തേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ കോടതി പരിസരത്തേക്ക് എത്തിയ ജനങ്ങൾ രാവിലെ നിന്നും വളരെ അധികമായിരുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ കോടതി പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതി ആരാണ് എന്ന് കാണുന്നതിന് തന്നെയാണ് ജനങ്ങൾ എത്തുന്നത്. ഇതാരാണ്? ഒരുപക്ഷെ ഇവരിൽ ആരെങ്കിലും ഇയാളെ കണ്ടിരിക്കാം, ഇയാൾ ആരുടെയെങ്കിലും വസതിയിലോ മറ്റോ തൊഴിൽ ചെയ്തിരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതാരാണെന്ന് ഞങ്ങൾ കാണണം, ഞങ്ങൾക്ക് ഈ പ്രതിയെ തിരിച്ചറിയണം, ഞങ്ങളിൽ നിന്ന് പ്രതിയെ ഒളിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾ പറയുന്നുണ്ട്. ഇത്തരത്തിലേക്ക് ജനം ഒരുപക്ഷെ വയലന്റ് ആകും എന്ന തരത്തിലേക്ക് പോലീസ് നിരീക്ഷിച്ചത് കൊണ്ടാകണം ഇപ്പോൾ നിരവധി പോലീസ് സേനകൾ ഈ കോടതി പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ബാരിക്കേഡുകളും മറ്റുമായി പോലീസ് ഒരുപാട് പേർ തന്നെ ഈ ജനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ കോടതി പരിസരത്ത് അണിനിരന്നിട്ടുണ്ട്. സൗമ്യ, ഒരുപക്ഷെ അലക്സ്, വളരെ സെൻസിറ്റീവായ ഒരു കേസാണ്. സമീപകാലത്ത് കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരുപക്ഷെ കേസ് അന്വേഷണത്തിനിടയിൽ പല നിരപരാധികളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ പോലും അന്വേഷണങ്ങൾ നീങ്ങിയിരുന്നു. സ്വാഭാവികമായും നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ പ്രതിയെ പിടികൂടാൻ മറ്റൊരു മാർഗവും ഇല്ലാതെ ഇരുന്ന സമയത്ത് വിരലടയാളം ശേഖരിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള തുടർച്ചയായി പെരുമ്പാവൂർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 1.5 മാസത്തോളം കണ്ടത് ആ വിധത്തിലുള്ള കാര്യങ്ങളായിരുന്നു. ആ ഒരു തരത്തിലുള്ള വികാരം തന്നെയാണോ ഇപ്പോൾ അവിടെയുള്ള ജനങ്ങളും നാട്ടുകാരൊക്കെ തന്നെയും പങ്കുവെക്കുന്നത്? തീർച്ചയായിട്ടും സൗമ്യ, ഏതാണ്ട് പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിൽ തന്നെ ഏറെ സങ്കീർണമായ അന്വേഷണമാണ് ഈ പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ അന്വേഷണം നമുക്ക് പറയാൻ സാധിക്കും. ഏതാണ്ട് 2000-ഓളം പേരുടെ മൊഴി പോലീസിനോട് തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതിൽ പരിസരവാസികളെയും പ്രദേശവാസികളെയും പോലീസ് ഒഴിപ്പിച്ചു നിർത്തിയിട്ടുള്ള ഏതാണ്ട് 10ഓളം തവണയെങ്കിലും പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയരായ ജനങ്ങൾ ഈ ജിഷയുടെ വീടിന് സമീപത്തുണ്ട്. മാത്രമല്ല പലതവണ ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് മറ്റും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. പലരും കസ്റ്റഡിയിൽ ഇരുന്നിട്ടുണ്ട്. പലർക്കും അത്തരത്തിലുള്ള മാനഹാനി ഉണ്ടായതായുള്ള പരാതികളുണ്ട്. പലരും പോലീസ് ആദ്യം പുറത്തുവിട്ട രേഖാചിത്രം അല്ലെങ്കിൽ രണ്ടാമത് പുറത്തുവിട്ട രേഖാചിത്രങ്ങളെ അതിനെ അടിസ്ഥാനപ്പെടുത്തി പലരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അല്ലെങ്കിൽ അലക്സിലേക്ക് വരാം. 3 മണിയോടുകൂടി പ്രതിയെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. മറ്റു വാർത്തകളിലേക്ക്. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ചില UDF നേതാക്കളാണ് ക്രമക്കേട് നടത്തിയത്. അത് നിയന്ത്രിക്കുന്നതിൽ തനിക്ക് വീഴ്ച പറ്റിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വിവരങ്ങളുമായി ജീവൻ ചേർന്നുണ്ട്. ജീവൻ, ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, കന്യാകുമാരിയിൽ ചേർന്ന SNDPയുടെ നേതൃയോഗത്തിലാണ് ഇത് സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇതിനു പിന്നിൽ ചില UDF ബന്ധമുള്ള ചില സാമുദായിക നേതാക്കന്മാരാണ്. ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്നും തനിക്ക് ഒഴിഞ്ഞു നിൽക്കാനാവില്ല എന്നുകൂടി വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു. നിലവിൽ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വിജിലൻസിൽ നടന്നു വരികയാണ്. ഇതിൽ ക്രമക്കേടുണ്ട് എന്ന് തന്നെയാണ് വിജിലൻസിന്റെ രഹസ്യ പരിശോധനയിലും കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് സമാനമായ അതേ ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് വെള്ളാപ്പള്ളി കൂടെ പറയുമ്പോൾ തീർച്ചയായും ഇതിന് പുതിയ മാനങ്ങൾ കൈവരികയാണ്. എന്തായാലും SNDPയുടെ യോഗത്തിനുള്ളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പരസ്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല എന്നതുകൂടി ഈ കാര്യത്തിൽ ശ്രദ്ധേയമാണ്. ഇനി യോഗം പിരിഞ്ഞതിനു ശേഷം ഈ കാര്യത്തിലുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന എടുത്തെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ വരികയുള്ളൂ. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. ലോക രക്തദാതാക്കളുടെ ദിനാചരണത്തോടനുബന്ധിച്ച് രക്തദാനം നടത്തിയവരെ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ആദരിച്ചു. 100ാമത്തെ തവണ രക്തദാനം നടത്തിയ
ബൈജു നെല്ലിമൂടിനെയും മറ്റ് നിരവധി ബ്ലഡ് ഡോണേഴ്സിനെയും ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ പുരസ്കാരം നൽകി ആദരിച്ചു. രക്തദാന ചടങ്ങ് കെ ആൻസലൻ MLA ഉദ്ഘാടനം ചെയ്തു. വിൻസെന്റ് MLA മുഖ്യാതിഥിയായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ നേതൃത്വത്തിൽ റാന്നി പുതമൺ സർക്കാർ വൃദ്ധസദനത്തിൽ റെഫ്രിജറേറ്റർ കൈമാറി. SBT മാനേജിംഗ് ഡയറക്ടർ CR ശശികുമാറാണ് റെഫ്രിജറേറ്റർ അഗതി മന്ദിരം സൂപ്രണ്ട് ചന്ദ്രബോസിന് കൈമാറിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് SBT ഈ വർഷം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക വിനിയോഗിക്കുമെന്ന് MD അറിയിച്ചു. എലന്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് MB സത്യൻ, SBT കോട്ടയം റീജിയണൽ മാനേജർ വിനായക് L ഖൈസർ തുടങ്ങിയവർ പങ്കെടുത്തു.